ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഗ്ലാസ് മാറ്റല്ലേ, ഷോ ക്ലാസ്സിൽ നിന്ന് വേണ്ട ഷോ ആണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് വാഴ കണ്ടു പടം ഒരു രക്ഷയില്ല. എന്റെ മോനെ ഹാഷും പിള്ളേർക്ക് പൊളിച്ചടുക്കി. ഹാഷിന്റെ ഒരു 10 റീല് നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും പടം? എങ്ങനെയുണ്ട് അഭിപ്രായം പറയുന്നത്? ഒരു രക്ഷയില്ല പടം ആദ്യം തൊട്ട് അവസാനം വരെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. പിന്നെ സിജു തന്നെ നമ്മൾ കോമഡി മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്നൊക്കെ സെന്റിമെന്റ്സ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, സീരിയസ് ആയിരുന്നു. പൊളിയാണ് സീരിയസ്. ശരിക്കും പറഞ്ഞ പടം ഈ പിള്ളേരുടെ മാത്രമല്ല, ഒരു അപ്പം മകൻ ബന്ധമാണ്. നൈസാണ്. ആ സംഭവം അടിപൊളിയാണ്. ജഗദീഷ് അതുപോലെ തന്നെ അനീസ്, പിന്നെ കോട്ടയം നസീർ, എല്ലാരും അടിപൊളി ആക്ടിങ് വന്നിരിക്കുന്നത്. പിള്ളേരുടെ മാത്രം പടമല്ല, പാരന്റ്സിന്റെയും കൂടി പടമാണ്. പാരന്റ്സും കാണണം. ഫാമിലിക്ക് പറ്റിയൊരു അടിപൊളി പടമാണ്. ഒരു രക്ഷയില്ല. ഈ നമ്മുടെ 90 കിഡ്സ് ഒക്കെ ആ ഒരു ടൈമില് സ്കൂളിൽ നമ്മളെ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ ഉള്ള സംഭവമാണ് കറക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. നമ്മൾ വളർന്നു വന്ന കാര്യം എന്താണോ അത് തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പടം. ഫ്രണ്ട്സുമായിട്ടുള്ള കണക്ഷൻസ് ഇല്ലേ, അതെല്ലാം പക്ക കിട്ടുന്നത്. അതായത് ആ സമയത്ത് നമ്മൾ കാണിച്ചിരുന്ന ഉടായ്പകള് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കത് കണക്ട് ആവണം. അവിടെ എല്ലാവരും വിജയിച്ചേക്കണം, എല്ലാവർക്കും കണക്ട് ആവും. നമ്മളിപ്പോ തിയേറ്ററിൽ എല്ലാവരും ഒരു നിറഞ്ഞ സദസ്സായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, ഭയങ്കരമായിരുന്നു. അത് നമുക്കത് എല്ലാരും നിങ്ങളത് തിയേറ്ററിൽ പോയി തന്നെ ഉടനെ തിയേറ്ററിൽ പോയി തന്നെ പടം പറയാനല്ലോ. പടത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ അടിപൊളി പടം. ഹാഷിന്റെ ഒക്കെ എന്റെ പൊന്നെ, ഹാഷിന്റെ 10 റീല് നമ്മൾ എങ്ങനെ അടുപ്പിച്ചെടുത്ത് കണ്ട് അവരെ കൊണ്ടാണ് പടം തീർക്കണം. അവരെ കൊണ്ടാണ് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യേണ്ട പടം. സെക്കൻഡ് പാർട്ട് കൊണ്ടെങ്കിൽ നിർത്തിയിട്ട് അടുത്ത അവരുടെ കഥയിലേക്ക് പോകുന്ന പറഞ്ഞ് നിർത്തിയിട്ട് പടം നിർത്തുന്നത്. അവർക്ക് അധികം കുറച്ചൊക്കെ സ്പേസ് കൊടുത്തിട്ടുള്ളൂ. സ്പേസ് കുറവാണ്, പക്ഷെ വന്ന സ്പേസ് ഒക്കെ അടിപൊളിയാണ്, നൈസാണ്. പിന്നെ ഒരു ക്യാമിയോ റോൾ ഉണ്ട് പടത്തില്. അത് തിയേറ്ററിൽ പോയി കണ്ടാലേ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ, നമ്മള് പറയത്തില്ല ഇവിടെ. അതെ, ഒരു പ്രമുഖ നടനാണ്, മലയാളത്തില് പ്രമുഖന്റെ ഒരു കിടിയിലെ ക്യാമിയോ ഉണ്ട്. അപ്പം അത് എല്ലാരും തിയേറ്ററിൽ തന്നെ കാണാൻ പടം. മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ കേട്ട പടം. പിന്നെന്താ പറയാ, സിജു സണ്ണി അടിപൊളി. പിന്നെ ജോമോൻ നൈസാണ്, ഒരു രക്ഷയിൽ അടിപൊളിയാണ്. ക്യാരക്ടർ കൊടുത്ത ക്യാരക്ടർ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മളാ ട്രെയിലർ കണ്ടേന്നാണ്. അതുപോലെ തന്നെ പടം അടിപൊളിയാ. വാഴയൊക്കെ എല്ലാം ഇഷ്ടപ്പെടും, നമ്മളെ പോലെ വാഴക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പടം. ഒന്നും പറയാനല്ല പടത്തിനെ പറ്റി. നൈസ് പടം, തിയേറ്ററിൽ പോയി തന്നെ കാണുക. അല്ല, വേറെ എന്തെങ്കിലും പറയണേ? ഈ സീനിയർ ആയിട്ട് അഭിനയിച്ചവരെല്ലാരും അടിപൊളിയാണ്. കിട്ടിയ ജഗദീഷൊക്കെ അടിപൊളി. പിന്നെ സാഫ് ബ്രോക്കെ അടിപൊളി റോളാ കിട്ടിയിരിക്കുന്നത്. പിള്ളേരാണെങ്കിൽ കൂടി നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എല്ലാരും നമ്മളവരെ കോമഡി മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ അവര് നല്ല സീരിയസിലേക്ക് വന്ന ടൈമിലൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. സിജു സണ്ണൊക്കെ നമ്മള് മറ്റേ ആവശ്യം തന്നെയാണ്. പടത്തിന്റെ പേരെന്താണ്? അയ്യോ മറന്നുപോയില്ല. അയ്യോ എന്തായാലും പടത്തിന്റെ പേര് നമ്മളെ സിജു സണ്ണ മറ്റേ രോമാഞ്ചത്തിൽ. അതുണ്ട്, രോമാഞ്ചത്തിനൊക്കെ ആ ഫണ്ണി റോളൊക്കെ കോമഡിയൊക്കെ മൊത്തം മാറി ചെറിയൊരു ഇത് സീരിയസിലേക്ക് വന്നപ്പോഴത്തേക്ക് അടിപൊളി പക്കടി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് കൈയടിക്കാൻ പറ്റിയ കുറച്ച് സീനൊക്കെ ഉണ്ട് അതിനകത്ത്. എന്താ പറയാനുള്ള, അപ്പൊ അത്രയുള്ളൂ പറയാനൊക്കെ. അപ്പം ഓക്കെ, പിന്നെ അടുത്ത റിവ്യൂ ആയിട്ട് വീട്ടിൽ കാണാം. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ. അപ്പൊ അരിമേടിക്കാനുള്ള പിന്നെ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ഗൈസ്, ബൈ ബൈ. മൂവി റിവ്യൂ ബൈ ഷെജിൽ ആൻഡ് അനന്ത് CA ട്രയാങ്കിൾ. പാർട്ട് ഓഫ് ആക്കണേ, കോപ്പറേറ്റ് അടിക്കും. റിവ്യൂ ബിഹൈൻഡ് സീൻസ്